അല്ലാഹു ഇഹ്സാനുള്ളവരെ ഇഷ്ടപ്പെടുകയാണ്. അതിനു മുമ്പല്ല പറഞ്ഞു, നിങ്ങൾ ഇഹ്സാൻ നേടുന്നവരാകണം, മുഹ്സിനീങ്ങളാകണം. ആ ഇഹ്സാൻ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, മുഹ്സിനീങ്ങളായി നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങളെ നരകത്തിൽ പ്രവേശിപ്പിക്കില്ല, അല്ലാഹു നിങ്ങളെ നരകത്തിൽ വലിച്ചെറിയില്ല. ആ ഇഹ്സാൻ എന്താണെന്നാണ് പടച്ചവന്റെ ഹബീബായ നബി തങ്ങളുടെ നാവിലൂടെ പടച്ചവന്റെ കലാമ് വന്നത്. അൻതഅബുദല്ലാഹ് കഅന്നക തറാഹു വഇല്ലം തകുന തറാഹു ഫഇന്നഹു യറാക്. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, പടച്ചവനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും പടച്ചവൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്രയിൽ തന്റെ ഒരു സതീർത്ഥ്യനായ ഒരു സഹാബി കൂടെയുണ്ട്. രണ്ടുപേരും മദീനയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര പോവുകയാ. അങ്ങനെ യാത്രയുടെ മധ്യേ വല്ലാത്ത ദാഹം വന്നു, വല്ലാത്ത വിശപ്പ് വന്നു. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കയ്യില് പൈസയുണ്ട്, പക്ഷേ ഭക്ഷണമില്ല. ഇന്നത്തെ പോലെ റെസ്റ്റോറന്റുകളില്ല, ഹോട്ടലുകളില്ല, മത്യാമകളില്ല, ഒന്നുമില്ല. ആ സാഹചര്യത്തിൽ വനാന്തരത്തിലൂടെ, മരുഭൂമിയുടെ മാറിടത്തിലൂടെ കടന്നു വരുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ശരീരത്തിനും നടന്നു വരുമ്പോ ഇതാ ഒരു ആട്ടിടയൻ ആട്ടിൻപറ്റങ്ങളെയുമായി വരികയാ. മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങളെ നോക്കുമ്പോ ഇതാ മക്കയിൽ നിന്ന് മദീനയുടെ ഭാഗത്തേക്ക് ആട്ടിൻപറ്റങ്ങളെ തെളിച്ചുകൊണ്ടൊരാൾ വരികയാ. ഒരുപാട് ആട്ടിൻപറ്റങ്ങളുണ്ട്, ധാരാളം ആട്ടിൻപറ്റങ്ങളുണ്ട്. ഇതിനെയും തെളിച്ചു കൊണ്ടുവരുന്ന ആട്ടിടയനോട് പെട്ടെന്ന് തന്നെ ഉമർ തങ്ങൾ വന്ന് സലാം ചൊല്ലുകയാ. അയാളെ സലാം അടക്കി ഉമർ തങ്ങൾ ചോദിച്ചു, സഹോദരാ, ഞങ്ങൾ മദീനത്തിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്രയാണ്. പൈതാകമടക്കാൻ കയ്യിൽ വെള്ളമില്ല, കിട്ടുമെന്ന പ്രതീക്ഷയുമില്ല. ഒരുപക്ഷെ ഞങ്ങൾ ദാഹിച്ച് പരവശരായും നടന്നു പോയാ ഞങ്ങളുടെ ജീവൻ അപകടത്തില. അതുപോലെ കഴിക്കാൻ ഭക്ഷണം കയ്യിലില്ല, പൈസയുണ്ട്, എവിടെന്നാ ഭക്ഷണം കിട്ടുക? അതുകൊണ്ട് സഹോദര, ഒരാടിനെ ഒന്നറുക്കാൻ ഞങ്ങളെ അനുവദിക്കുമോ? ആടിന്റെ കാശ് നിങ്ങൾക്ക് തരാ. എത്ര ദീനാറ് വേണമെന്ന് പറഞ്ഞാ മതി, ആടിന്റെ പൈസ തരാ. ഒരാടിനെ ഞങ്ങൾക്കൊന്ന് തരുവോ? ആ സമയത്താണ് ആട്ടിടയനായ സഹോദരൻ പറഞ്ഞു, ഇനിയും മംലൂക്ക്, എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതാണ് എന്റെ ആട്ടിൻപറ്റങ്ങളല്ല, ഈ ആട്ടിൻകൂട്ടങ്ങൾ എന്റേതല്ല. ഈ ആട്ടിൻപറ്റങ്ങൾ എന്നെ ഏൽപ്പിച്ചതാണ് എന്റെ മുതലാളി, യജമാനൻ വേറെയാണ്. ഈ ആട്ടിൻപറ്റങ്ങളെ തെളിച്ചു കൊണ്ടുപോയ ഭക്ഷണം കൊടുത്ത്, തീറ്റ കൊടുത്ത്, വൈകുന്നേരം ആട്ടിൻപറ്റങ്ങളെ അതിന്റെ കൂടുകളിലേക്ക് കൊണ്ടുപോയി അതിന്റെ പുരയിൽ കെട്ടിയിട്ടതിന് ശേഷമാണ് എനിക്ക് ശമ്പളം തരിക. രാവിലെ പ്രഭാത സൂര്യൻ പൊട്ടി വിടരുമ്പോ ഞാൻ ആട്ടിൻപറ്റങ്ങളെ തെളിച്ചു കൊണ്ടുപോകണം, ഇതിന്റെ ഡ്യൂട്ടിയാണ്. ഇതല്ലാതെ എന്റെ ഉത്തരവാദിത്വത്തിൽ പെട്ടതല്ല ഇതൊന്നുമെന്ന് പറഞ്ഞപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് വല്ലാത്ത സ്നേഹം തോന്നുകയാ. ഉമർ തങ്ങൾ ചോദിച്ചു, ആ മനുഷ്യനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, ഈ ആട്ടിൻപറ്റങ്ങളെ നിങ്ങൾ കൊണ്ട് നടക്കുമ്പോ എത്ര ആടുകളെയാണ് ചെന്നായ പിടിക്കുക? എത്ര ആടുകളെയാണ് ചെന്നായ പിടിക്കുക? മാത്രമല്ല, ആട്ടിൻപറ്റങ്ങളെ കൊണ്ട് തെളിച്ച് നടക്കുമ്പോൾ എത്ര ആടുകളാണ് പ്രസവിക്കുന്നത്? അതിൽ എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് യജമാനൻ അറിയില്ലല്ലോ. എത്ര ആടുകളെ ചെന്നായ പിടിച്ചെന്ന് യജമാനൻ അറിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തോട് പറയാതിരുന്നാ പോരെ, ഞങ്ങൾ തരുന്ന ദീനാറ് നിങ്ങളുടെ കയ്യിലൊന്ന് സൂക്ഷിച്ചാ പോരെ, അതല്ലെങ്കിൽ അറിയാതെ നിങ്ങൾ യജമാനനങ്ങ് കൊടുത്താ പോരെ. എന്താ നിങ്ങളെ അഭിപ്രായമൊന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ഞാനതിന് അനുവദിക്കില്ല. ഉമർ തങ്ങൾ വിട്ടില്ല. ഉമർ തങ്ങൾ ചോദിച്ചു, എന്നാ ഞങ്ങൾക്ക് ആടിനെ തരണ്ട, ഈ ആടിൽ നിന്ന് കുറച്ച് പാല് കറന്ന് ഞങ്ങൾക്ക് തരുവോ? ആ ആടിന്റെ അകിടിൽ നിന്ന് പാല് കറന്നിട്ട് അതിനെ ഒന്ന് പാനം ചെയ്യാനുള്ള അനുവാദം നിങ്ങൾ തരുവോ? ആ സമയത്ത് ആ മനുഷ്യന്റെ മറുപടി എന്തെന്നറിയോ? എനിക്ക് പോലും പാല് കുടിക്കാൻ അനുവാദമില്ല, ആ ഒരു അനുവാദം എനിക്ക് തന്നിട്ടില്ല. ഈ പാല് കുടിക്കാൻ പോലും, പാല് പാനം ചെയ്യാനുള്ള അനുവാദം എനിക്ക് എന്റെ യജമാന തരാതിരിക്കുമ്പോ എങ്ങനെയാണ് മറ്റൊരാൾക്ക് ഞാൻ പാല് കച്ചവടം ചെയ്യുക, അല്ലെങ്കിൽ പാല് ഞാൻ സൗജന്യമായി കൊടുക്കുക? ഈ സമയത്ത് ഉമർ തങ്ങൾ ഒരു ചോദ്യം ചോദിക്കുകയാ. ഉമർ തങ്ങൾ ചോദിച്ചു, നിങ്ങളെ യജമാനനെ കാണുന്നില്ലല്ലോ, നിങ്ങളുടെ യജമാനൻ ഇതറിയുന്നില്ലല്ലോ. ആ സമയത്ത് ആട്ടിടയനായ മനുഷ്യന്റെ മറുപടി എന്തെന്നറിയോ? ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, ഒരാടിനെ നിങ്ങൾക്ക് തന്നാൽ എന്റെ യജമാനൻ അറിയില്ല,
ഒരാടിനെ നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ യജമാനൻ അറിയില്ല. കാരണം എത്ര ആട്ടുകുട്ടികളെയാണ് ചെന്നായ പിടിക്കുന്നത്, എത്ര പ്രസവത്തിലാണ് ആടുകൾ ചത്തുപോകുന്നത്, മരിച്ചു പോകുന്നത്, എത്ര ആടുകളാണ് അധികം പ്രസവിക്കുന്നത്. ഇതൊന്നും യജമാനൻ അറിയില്ലല്ലോ. അതുകൊണ്ട് യജമാനൻ അറിയില്ല. ഇനി നിങ്ങൾക്ക് പാല് ഞാൻ കറന്ന് പാനം ചെയ്യാൻ തന്നാലും എന്റെ യജമാനൻ അത് അറിയുന്നില്ല. പക്ഷേ നിങ്ങൾ ചോദിച്ചല്ലോ, യജമാനെ കാണുന്നില്ല, നിങ്ങൾക്ക് തന്നൂടെ എന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, യജമാനന്റെയും എന്റെയും നിങ്ങളുടെയും സർവശക്തനായ അല്ലാഹു, നമ്മളെ സൃഷ്ടിച്ച അല്ലാ, സംരക്ഷിക്കുന്ന അല്ലാ, അവസാന സംഹരിക്കുന്ന അല്ലാ, ആ പടച്ചവന്റെ കണ്ണ് വെട്ടിക്കാൻ നിങ്ങൾക്ക് കഴിയോ? ആ അല്ലാന്റെ കണ്ണ് വെട്ടിച്ചിട്ട് പാല് തരാനും ഇറച്ചി തരാനും എനിക്ക് കഴിയോ? ഈ ഒരു ചോദ്യം മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ നെഞ്ചത്ത് തറച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചത്ത് തറയ്ക്കുകയാ. ഉമർ തങ്ങൾ ആ സമയത്ത് ചോദിച്ചു, സഹോദരാ, ഇതാരുടെ ആട്ടിൻപറ്റങ്ങളാണ്? ഇതാരുടെ ആട്ടിൻപറ്റങ്ങളാണ്? ഇതാരുടെ ഏത് യജമാനനാണ് നിങ്ങളുടെ യജമാനനെന്ന് കാണിച്ചു തരുവോ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഇന്ന ഏരിയയിലെ ഇന്ന വീട്ടിലെ ആളാണ്. അവിടേക്ക് ഉമർ തങ്ങൾ കടന്നു ചെന്നു. എന്നിട്ട് ആ യജമാനനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ആ ആട്ടിടയനെ ഞങ്ങൾക്ക് തരുവോ? ആ ആട്ടിടയനെ ഞങ്ങൾക്ക് തരുവോ? എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഉമർ തങ്ങൾ നടന്ന സംഭവങ്ങൾ വിവരിച്ചു. യജമാനൻ അത്ഭുതപ്പെട്ടു പോയ, സുബ്ഹാനല്ലാഹ്, ഇത്രയും സൂക്ഷ്മതയുള്ള ഒരു ഇടയനാണോ എന്റെ ആട്ടിടയനെന്ന് ചിന്തിച്ചു പോയ യജമാൻ ആ നിമിഷം തന്നെ വിളിച്ചു പറയുകയാണ്, അദ്ദേഹം ഈ സമയം മുതൽ ഈ സന്ദർഭം മുതൽ അള്ളാന്റെ വജുഹിന് വേണ്ടിയിട്ട് സ്വതന്ത്രനാ. ഇനി ഞാൻ അദ്ദേഹത്തെ കൊണ്ട് പണിയെടുപ്പിക്കില്ല, അതിനെനിക്ക് കഴിയില്ല, ഞാൻ സ്വതന്ത്രനാക്കി വിട്ടിരിക്കുകയാ. ആ മനുഷ്യനെ എന്ത് വേണോ ചെയ്യാമെന്ന് പറഞ്ഞ് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മുന്നിൽ വെച്ച് യജമാനൻ അദ്ദേഹത്തെ മോചിപ്പിക്കുകയാ. ഒരു നിമിഷം എന്നെ കേൾക്കുന്നവര് ചിന്തിക്കണേ, ആട്ടിടയന്മാരെ പറ്റി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താണ്? ഇതാരുടെ കഥയാണ്? ഒരു ആട്ടിടയന്റെ കഥയാണ്. ആട്ടിടയനാരാൻ? ഒരു നാട്ടിലെ ഏറ്റവും ദരിദ്രനാണ് ആട്ടിടയൻ. ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടക്കുന്നയാള് ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവനാണ്. അതെങ്ങനെ മനസ്സിലാകും? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ലോകം അവസാനിക്കുമ്പോ ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടക്കുന്ന ആളുകൾ രമ്യഹർമ്മങ്ങളിൽ മണിമേടകളിൽ താമസിക്കുന്ന കാലമുണ്ടാകും. അവർ വലിയ വലിയ കെട്ടിടങ്ങളിൽ, വലിയ വലിയ ഗോപുരങ്ങളിൽ, വലിയ വലിയ സിംഹാസനങ്ങളിൽ, വലിയ വലിയ സാമ്രാജ്യങ്ങളിൽ അവരെത്തപ്പെടുമെന്ന അള്ളാന്റെ ഹബീബിന്റെ തിരുവചനം പഠിപ്പിക്കുന്നത് ഒരു ഭാഗം ദാരിദ്ര്യത്തെയും മറുഭാഗം സമ്പന്നതയുമാണ്. അല്ലേ? ദാരിദ്ര്യത്തിന്റെ കയ്പുനീര് കുടിച്ച ഒരു സമൂഹം സമ്പന്നതയുടെ ഏറ്റവും ഉന്നതമായ നിലയിൽ എത്തിച്ചേരുമെന്ന് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചു. അപ്പോൾ ഏറ്റവും വലിയ ദാരിദ്ര്യം ആട്ടിടയർക്കാണ്, ഏറ്റവും വലിയ സമ്പന്നത കോടീശ്വരന്മാർക്കാണ്. അപ്പോ സമൂഹത്തിൽ ഏറ്റവും താഴെ തട്ടിലുള്ള എന്ന് പറഞ്ഞ വില കുറഞ്ഞവരെന്നല്ല, അവര് സമൂഹത്തിൽ വില കുറഞ്ഞ ആളുകളെന്നല്ല, അത്രയും കഷ്ടപ്പാടുള്ളവരാണ് ആട്ടിൻപറ്റങ്ങളെ മേച്ചിട്ട് ജീവിക്കുക. അങ്ങനെയുള്ള ആളുകൾ, അതിൽപ്പെട്ട ഒരു പ്രതിനിധി, ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇച്ചിരി പാല് കറന്നു തരുവോ? എനിക്ക് ദാഹിച്ചാൽ പോലും കുടിക്കാനുള്ള അനുവാദം എനിക്കില്ല, പിന്നെങ്ങനെ ഞാൻ നിങ്ങൾക്ക് തരും? എന്ന ഒരു ആടിനത്താ അറുത്തതാ. എത്ര ആടുകളെ പ്രസവിക്കുന്നു? ഇപ്പൊ ഒരു പ്രസവത്തിൽ 2 എണ്ണം വരും, 3 എണ്ണം വരും, ചിലപ്പോ 1 വരും, അല്ലേ? അങ്ങനെയൊക്കെ വരൂലേ? അപ്പൊ അതിൽ 1 എണ്ണം കുറച്ചു പറഞ്ഞാൽ പോരെ? ഇതൊന്നും യജമാനൻ നിങ്ങളോട് ചോദിക്കൂലല്ലോ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആട്ടിൻപറ്റങ്ങളെ തെളിച്ചു പോകുമ്പോൾ ചെന്നായ പിടിക്കില്ലേ? അതിൽ 1 എണ്ണം ചെന്നായ പിടിച്ചു എന്നങ്ങ് പറഞ്ഞാ പോരെ? ആ സമയത്താണ് ആട്ടിടയൻ ചോദിക്കുന്നു, എന്റെ യജമാനനെ കണ്ണുവെട്ടിക്കാം, പക്ഷേ എന്റെ റബ്ബിന്റെ കണ്ണുവെട്ടിക്കാൻ എനിക്ക് പറ്റുമോ? അപ്പൊ ആ ഒരു ബോധം നമുക്കുണ്ടോ? നമ്മുടെ ഇബാദത്തിൽ നമ്മൾ കാണുന്നില്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഇതിപ്പോ ഈ സ്ഥലം ആരുടേതാണ്? ആ മനുഷ്യൻ കുറച്ച് ജോലിക്കാരെ ഇവിടെ നിർത്തിയിട്ട് പറഞ്ഞു, ഇത് ഇത്രയും നിങ്ങൾ അതിൻ്റെ ചപ്പ് ചവറുകൾ, ഇതിൻ്റെ കാടൊക്കെ ഒന്ന് എടുത്ത് പണിയെടുക്കണം, നന്നായി മതപ്രസംഗമൊക്കെ വരാൻ പോവാണ്, ക്ലിയറാക്കി കൊടുക്കണം, അത് ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഈ നാട്ടിലെ ഒരു മുതലാളി. ശ്രദ്ധിക്കണേ, ആ മുതലാളി ഇവിടെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തു. ഇയാൾ വീട്ടിലിരിക്കുകയാണ്.
ഈ ക്യാമറയുടെ സ്ക്രീൻ കൃത്യമായി അയാളുടെ ടേബിളിലുണ്ട്. അയാൾ ഈ സ്റ്റേജ് നിൽക്കുന്ന ഭാഗത്ത് നിൽക്കുന്നു, പണിക്കാർ പണിയെടുക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പണിക്കാർ പണിയിൽ എന്തെങ്കിലും ക്രമക്കേട് കാണിക്കുമോ? കാരണം പൈസ തരുന്നവൻ അടുത്ത് നിൽക്കാൻ. അതുകൊണ്ട് തന്നെ ഒരു ക്രമക്കേടുമില്ലാതെ കൃത്യമായി പണിയെടുക്കും അയാൾ. ഈ പണിയെടുക്കുന്ന ഈ തൊഴിലാളി പണിയെടുപ്പിക്കുന്ന മുതലാളിയെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പണിയെടുപ്പിക്കുന്ന മുതലാളി പണിയെടുക്കുന്ന തൊഴിലാളികളെയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നീ പണിയെടുക്കണം ഏതുപോലെ? നീ ഈ യജമാനനെ കാണുന്നത് പോലെ പരസ്പരം കണ്ടുകൊണ്ട് നിൽക്കുക, നല്ല പണിയെടുക്കും. ഇനി ഇയാൾക്കറിയാം മുതലാളി ഇവിടെ ഇല്ല, പക്ഷെ ഇല്ലെങ്കിലും ഇയാളൊരു ക്യാമറ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. എങ്കിലും ഇയാൾ നന്നായിട്ട് പണിയെടുക്കും. കാരണം എന്താ? ഇയാൾ മുതലാളിയെ കാണുന്നില്ലെങ്കിലും അയാൾ അവിടെ ഇരുന്നു കൊണ്ട് സ്ക്രീനിലൂടെ കാണുകയാണ്. ഇതാണ് പറഞ്ഞത് നീ റബ്ബിനെ കാണും പോലെ ഇബാദത്തെടുക്ക്. നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഇഹ്സാനാണ്. ഇത്രയും ആവേശത്തോടെ ജാഗ്രതയോടെ ഇബാദത്തെടുക്കുന്ന ഒരാൾ. ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, നിസ്കാരത്തിൽ റബ്ബിനെ കാണുന്നുണ്ടോ? ഇല്ല, നമ്മൾ കാണുന്നില്ല. ഇനി ഒരാൾ ഞാൻ സുജൂദി കിടന്നപ്പോ, എന്റെ പടച്ചോനെ, കരുനാഗപ്പള്ളി പള്ളിയിൽ ഞാൻ സുജൂദി കിടന്നപ്പോ, അല്ലെങ്കിൽ പുതിയകാവ് പള്ളിയിൽ ഞാൻ സുജൂദി കിടന്നപ്പോ, അല്ലെങ്കിൽ ഷെയ്ഖ് മസ്ജിദിൽ ഞാൻ സുജൂദി കിടന്നപ്പോ ആ ഗ്രാനൈറ്റിന്റെ മുകളിൽ ഞാൻ എന്റെ പടച്ചോനെ കണ്ടു എന്ന് പറഞ്ഞ അവനെ എത്രയും പെട്ടെന്ന് ഉളംപാറ കൊണ്ടുപോകണം. കാരണം അങ്ങനെ കാണൂല എന്ന് നമ്മൾ പഠിച്ചവരാണ്. അങ്ങനെ കാണാൻ പറ്റില്ല. ഇവിടെ വെച്ച് അള്ളാഹുവിനെ കാണാൻ പറ്റില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹനെ കാണും പോലെ ഇബാദത്തെടുക്കണമെന്ന് പറയുന്നത് കാണില്ല, നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായി CCTV ക്യാമറയുടെ നിരീക്ഷണമാണെന്നറിഞ്ഞ ചപ്പ് ചവറ പോലും നമ്മൾ തള്ളാൻ തയ്യാറാവൂല. നമ്മൾ അതുപോലും നമ്മൾ സൂക്ഷിക്കുന്നു. പഞ്ചായത്തിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ CCTV ക്യാമറ എന്ന് പറഞ്ഞ് പഞ്ചായത്തിന്റെ ഏതെങ്കിലുമൊക്കെ കോണിൽ ആഞ്ഞിലിന്റെ മുകളിലോ പോസ്റ്റിലോ ഒക്കെ കൊണ്ടുവച്ചിരിക്കുന്ന ക്യാമറകളൊന്നും വർക്കാവൂല. ഇതൊക്കെ ഒരുപാട് പോക്കറ്റ് ഇട്ട പൈസയുടെ ബാക്കിയാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും വർക്കാവൂലെങ്കിൽ നമ്മുടെ പേടി എന്താണ്? ഇനി വർക്കെങ്ങാനോ ആയാലോ എന്നൊരു പേടിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന ഒരു വേസ്റ്റ് കളയുന്നതിന് പോലും ഒരു പഞ്ചായത്ത് ഭരിക്കുന്ന, ഒരു വാർഡ് ഭരിക്കുന്ന ഒരു മെമ്പറെ പോലും പേടിയുള്ള ഒരു മനുഷ്യൻ ജീവിതത്തിൽ എന്ത് തെമ്മാടിത്തരവും ചെയ്യുന്നു, അള്ളാഹു കാണുന്നു എന്നുള്ള ഒരു ബോധവുമില്ല. അവനോട് പടച്ചവന് സ്നേഹമില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും നമ്മൾ റബ്ബിനെ കാണുന്നത് പോലെ ഇബാദത്തെടുക്കണം. അതാണ് അള്ളാഹുവിനെ നിങ്ങൾ ഇഹ്സാനോടെ നിങ്ങൾ പടച്ചവനോട് കടമ പൂർത്തീകരിക്കുക. കാരണം അള്ളാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. അവൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പരലോകത്ത് അള്ളാഹു നരകത്തിലേക്ക് അവനെ വലിച്ചെറിയില്ല. അള്ളാഹുവിന്റെ മാലാകമാര് മുഴുവനും അവനെ സംതൃപ്തിയോടെ നോക്കും. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അവനെ അംഗീകരിക്കും. അവരുടെ ഇടയിൽ അവന് സ്വീകാര്യതയുണ്ടാകുമെന്ന് ലോകത്തിന്റെ നായക മദീനയുടെ മണവാള നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാൻ. ഇത് പടച്ചോനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ഇഹ്സാൻ കാണുന്നത് പോലെ ആരാധിക്കുക എന്ന് പറയുന്നത് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി നമ്മുടെ ഇടയിൽ ഒരു ഇഹ്സാൻ ഉണ്ട്, എന്താണെന്നറിയോ? വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. നമ്മുടെ ഇടയിൽ ഒരു ഇഹ്സാൻ ഉണ്ട്, അതും കൂടി പൂർത്തിയാക്കണം. പടച്ചവനോടും പടപ്പിനോടുള്ള ബാധ്യതകൾ പരിപൂർണമായി പാലിക്കുമ്പോഴേ അള്ളാഹുവിന് ഇഷ്ടക്കാരനായി നമ്മൾ മാറുകയുള്ളൂ. അല്ലാതെ പള്ളിയും ഇബാദത്തുമായിട്ടൊക്കെ കഴിയുന്ന ഒരാള് ജീവിതത്തിൽ തൻ്റെ കൂടപ്പറപ്പുകളോട്, അയൽവാസികളോട്, മറ്റുള്ള ജനങ്ങളോട് മോശമായി പരുക്കമായി ഇടപെടുന്ന ഒരാൾക്ക് ഒരിക്കലും മുസ്ലിം എന്ന പേര് പള്ളിക്കാർ കൊടുക്കും, നാട്ടുകാർ കൊടുക്കും, വീട്ടുകാർ കൊടുക്കും, പടച്ചതമ്പുരാൻ കൊടുക്കില്ല. അതിനൊക്കെ ചില നിയമങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ കൂടി പാലിക്കുമ്പോഴാണ് അവൻ മുഹ്സിനാവുക. ആ മുഹ്സിനീങ്ങൾക്ക് മാത്രമാണ് അള്ളാഹു താലയുടെ ഇഷ്ടമുണ്ടാവുക. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആനയെ ചുമക്കാനൊന്നും അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ല. വലിയ പർവ്വതത്തെ എടുത്ത് ചുമക്കാനൊന്നും പടച്ചവൻ നമ്മോട് പറഞ്ഞിട്ടില്ല. നമുക്ക് കഴിയാത്തതൊന്നും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, കഴിയാത്തതൊന്നും അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇഹ്സാൻ നാം നേടിയിരിക്കണം. അത് പടപ്പുകളോടുള്ള ഇഹ്സാൻ എങ്ങനെയാണ്? വിശുദ്ധ ഖുർആനിൽ കാണാം, സൂറത്തു ആലു ഇംറാനിൽ അല്ലാഹു പറയുകയാണ്, പടപ്പുകളോടുള്ള ഇഹ്സാൻ എങ്ങനെയാണ് എന്ന് അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്.
الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. സഹോദരങ്ങളെ, എങ്ങനെയാണ് ജനങ്ങളോടുള്ള ഇഹ്സാൻ എന്നറിയോ? ജനങ്ങളോടുള്ള ഇഹ്സാൻ എങ്ങനെയാണെന്നറിയോ? അല്ലാഹ് പറയുകയാണ്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. ക്ഷേമത്തിലും ക്ഷാമത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ലാഭത്തിലും നഷ്ടത്തിലും സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ ചെലവ് ചെയ്യുന്നവരാണ്. പണം വരുന്നു, ലാഭമുണ്ട്, കഷ്ടത്തിലല്ല നഷ്ടത്തിലല്ല, വളരെ സന്തോഷകരമായ ജീവിതമാണ്. ആ സമയത്ത് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ഒരു ചെറിയ ലോക്ക്ഡൌൺ വന്നാൽ, അല്ലെങ്കിൽ ഒരു ദുഃഖം വന്നാൽ, ഒരു സങ്കടം വന്നാൽ, ഒരു വിപത്ത് വന്നാൽ പിന്നെ ഒരു രൂപ നമ്മൾ ചെലവാക്കൂല. നമുക്ക് വല്ലാത്ത ഭയമാണ്, പേടിയാണ്, ഭീതിയാണ്, സങ്കടമാണ്, വല്ലാത്ത വേദനയാണ്. ഇല്ല, സംഭാവനകൾ കൊടുക്കേണ്ടത്, ഹദിയകൾ കൊടുക്കേണ്ടത്, ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടത്, ചാരിറ്റി നടത്തേണ്ടത് ഏത് പ്രതികൂല കാലാവസ്ഥയിലും ചെയ്യണമെന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണം കുന്നുകൂടുമ്പോഴോ കുമിഞ്ഞുകൂടുമ്പോഴോ മാത്രമല്ല ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടത്. കയ്യിലൊരു നയാ പൈസ ഇല്ലാതെ സങ്കടപ്പെടുന്ന സമയം വരുമ്പോ ആ സമയത്ത് നമ്മൾ ചെലവ് ചെയ്യാൻ തയ്യാറാകണം. അതാണ് അല്ലാഹു പറഞ്ഞത്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ വല്ലറാ. എത്രയോ സഹാബത്തിന്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവര് നോമ്പ് പിടിക്കുന്ന എന്തിന്റെ പേരിലെന്നറിയോ? അവര് നോമ്പ് പിടിക്കുന്നത് വീട്ടിൽ ഭക്ഷണമില്ലാത്തതിന്റെ പേരിലാണ്. അവര് നോമ്പ് പിടിച്ച് പട്ടിണിയിലും വിശന്നൊട്ടിയ വയറുമായിട്ട് കഴിയുമ്പോൾ അവർക്ക് നോമ്പ് തുറക്കാൻ കിട്ടുന്ന സാധനങ്ങൾ പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കുകയാ. എന്നിട്ടൊരു ഈത്തപ്പഴം കൊണ്ട്, പച്ചവെള്ളം കൊണ്ട്, കിട്ടിയാൽ ഒരു ഗ്ലാസ് പാല് കൊണ്ട് അവര് നോമ്പ് തുറന്നിട്ട് അല്ലാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്തെടുക്കുന്ന സഹാബത്തിന്റെ ചരിത്രങ്ങൾ. അവർക്ക് കിട്ടുന്ന ഹദിയകൾ, അവർക്ക് കിട്ടുന്ന ഭക്ഷണങ്ങൾ, അവർക്ക് കിട്ടുന്ന വെള്ളം, പാനീയങ്ങളല്ല, ആ പാനീയവും ആ ഭക്ഷണവും ആ സാധനങ്ങൾ മുഴുവനും പാപങ്ങൾക്ക് കൊടുത്തിട്ട് അവര് പട്ടിണിയോടെ അടുത്ത് നോമ്പ് പിടിക്കുകയാ. എന്തുകൊണ്ടാണ്? യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. സന്തോഷത്തിലും സന്താപത്തിലും ചെലവ് ചെയ്യുന്നവരാ, ലാഭത്തിലും നഷ്ടത്തിലും ലാഭത്തിലും ചെലവ് ചെയ്യുന്നവരാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള വിഭാഗമാണ്. അങ്ങനെ കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നവര് മുഹ്സിനീങ്ങളാണ്. ജനങ്ങളുടെ ഇഹ്സാൻ പൂർത്തീകരിക്കുന്നവരാ. വീണ്ടും അല്ലാഹു പറയുന്നവൽ കാളിമീനൽ ഗൈള. ദേഷ്യമടക്കുന്നവനാ, ദേഷ്യമടക്കുന്നവനാ. വല്ലാതെ കലിതുള്ളി നിൽക്കുമ്പോ ദേഷ്യം വരുന്ന സമയത്ത് ആ ദേഷ്യം അങ്ങ് വിഴുങ്ങുന്നത് ജനങ്ങളോടുള്ള ഇഹ്സാനാണെന്ന് പരിശുദ്ധ ഖുർആൻ. ദേഷ്യം വന്ന് നിൽക്കുമ്പോ ഇപ്പൊ എനിക്ക് വല്ലാത്ത ദേഷ്യം വരിക, മൈക്ക് ശരിയാവുന്നില്ല. പക്ഷെ ഞാൻ വിഴുങ്ങുന്ന എന്തുകൊണ്ടാ? ഞാൻ മുഹ്സിനായതുകൊണ്ടാ. ഇഹ്സാൻ, ജനങ്ങളോട് ഇഹ്സാൻ കാണിക്കണം. ദേഷ്യം കാണിക്കാൻ പാടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറയുന്നു, വൽ കാളിമീനൽ ഗൈള. ദേഷ്യം വിഴുങ്ങണം. ദേഷ്യം വിഴുങ്ങിക്കോ ഹബീബേ നല്ലതാ, നെല്ലിക്കകയ്ക്കും പിന്നെ മതിരിക്കുന്നതാ. ഉസ്താദ് പറഞ്ഞതാ. ഇവിടെ നിന്ന് എണ്ണിയാൽ ഇപ്പൊ നടന്നാൽ ഉറങ്ങുന്ന സമയത്തിന് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഒരു 10:30 മണിയാകുമ്പോ തഴവയിലെത്തും. അത്രയൊന്നും വേണ്ടെന്ന എന്റെ വിശ്വാസം. കാരണം ഞാൻ ചുറ്റുമൂല പഠിക്കുന്ന സമയത്തൊക്കെ അസർ കഴിഞ്ഞിട്ട് നടക്കാൻ പോവും. തഴവ ഉസ്താദിന്റെ ഖബർ സിയാറത്ത് ചെയ്യും. എല്ലാ ദിവസങ്ങളിലും തഴവ ഉസ്താദിന്റെ ഖബറിലോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ശൈഖ് ഹസൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹു തന്റെ ശിഷ്യഗണങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്ന ശൈഖ് മസ്ജിദിലോ സിയാറത്ത് ചെയ്യാൻ വരും. അസറിനേശം ഒരു നടക്കലുമായി, ഒന്ന് പുറം ലോകം കാണലുമായി, ഒന്ന് ശുദ്ധമായി ശ്വസിക്കലുമായി, അതോടൊപ്പം നല്ലൊരു സിയാറത്തുമായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറഞ്ഞത്, ദേഷ്യം വിഴുങ്ങിക്കോ ഹബീബേ നല്ലതാ, നെല്ലിക്ക കയ്ക്കും പിന്നെ മധുരിക്കുന്നതാ, പിന്നെ മധുരിക്കുന്നതാ. എന്റെ പ്രിയപ്പെട്ട ആദ്യം നമുക്ക് വല്ലാത്തൊരു പ്രയാസമാണ് ഒന്ന് വിഴുങ്ങാൻ. നമ്മുടെ മുമ്പിൽ വന്നിട്ട് തെറി വിളിക്കുന്നവനെ ഏറ്റവും കൂടുതൽ ഈ ദേഷ്യം വിഴുങ്ങുന്ന ആരെന്നറിയാം? ഞാൻ കണ്ട ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളത് രാഷ്ട്രീയക്കാരാണ്. എന്തൊക്കെയാ പറയുന്ന മൈക്ക് കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും.
ഞാൻ ആലോചിച്ച് പടച്ചോനെ ഇതൊക്കെ എന്തൊരു ക്ഷമയാണ്. ഞാനൊക്കെ ആണെങ്കിൽ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ട് ഇറങ്ങിയിട്ട് അവനെ പിടിച്ചിറങ്ങിയിട്ട് അവന്റെ കരണക്കുത്തിക്കൊന്ന് കൊടുക്കാൻ തോന്നും. കാരണം ശുദ്ധമായ ഒരുപാട് ആക്ഷേപങ്ങളും വിമർശനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. കാരണം എന്താ, അവർക്കറിയാം ഇത് പൊളിറ്റിക്കലാണ്. ഞാനിത് പറഞ്ഞാലേ എനിക്ക് 10 വോട്ട് വീഴും. അവനറിയാം നീ അത് പറയാളയാ, നീ അത് പറഞ്ഞോ, ഞാനും നിന്നെ അപ്പുറത്തെ വേദിയിൽ ഇത് പറയും, എങ്കിലും അവിടെ 5 വോട്ട് എനിക്ക് വീഴൂ. ഇത് പരസ്പര ധാരണയാണ്. അതുകൊണ്ടാണ്. അല്ലാതെ അവർക്ക് മനുഷ്യത്വ സ്വഭാവമായ ആ ഒരു ദേഷ്യം വിഴുങ്ങാനുള്ള അത്രയും വലിയ ആത്മാർത്ഥമായ ക്ഷമയൊന്നും ഉള്ളത് കൊണ്ടല്ല. അവർക്കറിയാം പൊളിറ്റിക്കൽ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വന്നത് രാഷ്ട്രീയം ആയി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എന്റെ സഹോദരങ്ങളെ, ജനങ്ങളോടുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ദേഷ്യം അടക്കാൻ കഴിയണം. ദേഷ്യം അടക്കണം. അള്ളാന്റെ ഹബീബ് പറഞ്ഞല്ലോ, ചാടി എണീറ്റ് ഒരൊറ്റ അടി കൊടുക്കുന്നവനല്ല ശക്തൻ. പിന്നെയോ ദേഷ്യം വരുമ്പോ അങ്ങനെ തന്നെ വിനയത്തോടു കൂടി അവിടെ ഇരിക്കാൻ കഴിയുന്നവനാണ് ശക്തൻ. കാരണം അവന്റെ ആത്മാവിനെ, അവന്റെ നഫ്സിനെ, അവന്റെ ഹൃദയത്തിന്റെ ചലനങ്ങളെ, അവന്റെ ശരീരത്തിന്റെ വൈകാരികമായ ചിന്തകളെ കടിഞ്ഞാണിടാൻ കഴിയല്ലോ. അതാണ് ഏറ്റവും വലിയ ധൈര്യം, ഏറ്റവും വലിയ ധൈര്യം, ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ പവർ. അതാണ്. അല്ലാതെ ഒരുത്തനെ ഈ കൈകാലില്ലാത്തവനെ തല്ലലല്ല ആംബിയറും ആരോഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ മറ്റുള്ളവർ പറയുന്നത്, എടാ നല്ലപോലെ തിരിച്ചടിക്കുന്നവർക്ക് നീ വന്ന് നോക്ക്, നല്ല കടക്കാരൻ നീ ചാപ്പാട് കഴിച്ചിട്ടില്ല, നല്ല കടക്കാരൻ നീ ഉണ്ടിട്ടില്ല, അതുകൊണ്ടാന്നൊക്കെ പറയൂലേ. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് ശക്തി, നമ്മളൊക്കെ ശക്തി കുറഞ്ഞവനെ നമ്മളെ തല്ലിയിട്ട് പറയുക ഞാൻ വലിയ ശക്തനാണ്. അല്ല, ദേഷ്യം വരുമ്പോൾ അടക്കി പിടിച്ച് അവിടെ ഇരുന്ന് അതിന് എത്ര മാർഗങ്ങൾ പറഞ്ഞു. നീ നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കി, ഇരിക്കുന്നവനാണെങ്കിൽ നിക്കി. ഇതൊന്നും അല്ലെങ്കിൽ നീ എന്ത് വേണം? പെട്ടെന്ന് പോയി. കാരണം ദേഷ്യം ശൈത്താന്റെ ഭാഗത്ത് നിന്നാണ്. ശൈത്താനെ തീയിൽ നിന്നാണ് പടച്ചത്. അതുകൊണ്ട് കോപം വരുമ്പോൾ അവൻ ഒതുവെടുക്കട്ടെ. ഈ ദേഷ്യം മാറുമെന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ലോകത്ത് ആര് പഠിപ്പിക്കുന്നത്? ഭർത്താവിന് ദേഷ്യം വന്ന് ഭാര്യയുമായിട്ട് എന്തോ പ്രശ്നത്തില് ഭർത്താവ് എന്ത് വേണം? ചെരവെടുത്ത് അവളെ തലയടിക്കണ്ട, അവളെ അടിച്ച് പൊട്ടിക്കണ്ട, അവളെ വാപ്പായ പിടിച്ച് തെറിവിളിക്കണ്ട. എന്ത് വേണം? പെട്ടെന്ന് കുളിമുറി കയറുക, ഒതുവെടുക്കുക. ഒതുവെടുത്തിറങ്ങുമ്പോഴേക്ക് ദേഷ്യം ശമിക്കും. കാരണം ഈ ദേഷ്യം ഉണ്ടാക്കിയത് ശൈത്താനാണ്. ശൈത്താനെ പഠിച്ചത് തീ കൊണ്ടാണ്. തീയെ തണുപ്പിക്കാൻ വെള്ളത്തിനെ കഴിയൂ. അതുകൊണ്ട് ഒതുവെടുക്കട്ടെ എന്ന് മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. ദേഷ്യമടക്കണം. ഒരു ദിവസം ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാ സദ്ദു മിൻ കുല്ലി ശൈഇ, ലോകത്തെ ഏറ്റവും വലിയ ശക്തമായ, ഏറ്റവും വലിയ ശക്തി ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ, ലോകത്തെ ഏറ്റവും വലിയ പവർ ഏതാണ്? ലോകത്തെ ഏറ്റവും വലിയ വീര്യം ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സഹാബിയോട്, അൽ ഗളബു മിനല്ലാഹ്, ലോകത്തെ ഏറ്റവും വലിയ ഭീകരവും ബീഭത്സവുമായത് ഏതെന്നറിയോ? അത് പടച്ചവന്റെ ദേഷ്യമാണ്, അല്ലാഹുവിന്റെ കോപമാണ്. ആ സമയത്ത് ആ സഹാബി വീണ്ടും ചോദിച്ചു, ഫമാ യുജി മിൻഹാ യാ റസൂലല്ലാഹ്, റബ്ബിന്റെ ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമെന്ന് പറഞ്ഞു തരുമോ? ആ സമയത്താണ് ഹബീബായ നബി പറയുന്നത്, ലാ തഗ്ലബ്, നീ ദേഷ്യപ്പെടാതിരുന്നാ മതി. നീ ദേഷ്യപ്പെടുമോ പടച്ചവന് ദേഷ്യം വരും. ആ ദേഷ്യം ലോകത്തെ ഏറ്റവും വലിയ ഭീകരമാണ്, ലോകത്തെ ഏറ്റവും വലിയ ബീഭത്സമാണ്. ഏയ് മുസ്ലിം സഹോദരാ, അല്ലാഹുവിന്റെ ദേഷ്യത്തിന്റെ ഭാഗമല്ലേ ചെറിയ ഈക്കല്ല് കണ്ട സുനാമി? അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ദേശത്തിന്റെ ഒരു ചെറിയ പ്രതിഫലനമല്ലേ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഭാഗികമായി മൂന്നാമത്തെയും പ്രളയം കണ്ടത്? അല്ലാഹുവിന്റെ ദേഷ്യത്തിന്റെ പ്രതിഫലനമല്ലേ നമ്മൾ ഓരോരുത്തരും കണ്ട ഈ നിപ്പയും അതുപോലെ ഓക്കിയും അതുപോലെ തന്നെ ഒരുപാട് വൈറസുകള്? ഏറ്റവും ഒടുവിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, റബ്ബ് തന്ന അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ദേഷ്യത്തിന്റെ പ്രതിഫലനങ്ങളിൽ ഒരു ചെറിയ പ്രതിഫലനമാണ് ഇന്ന് കോവിഡ് വൈറസ് എന്ന് പറയുന്ന കൊറോണ. ഇതെല്ലാം പടച്ചവന്റെ ദേഷ്യത്തിന്റെ ഒരു ചെറിയ പ്രതിഫലനമാണ്, റിയാക്ഷൻ ആണെങ്കിൽ ഈ ഉമ്മത്തെ അല്ലാഹുവിന്റെ ദേഷ്യം ലോകത്തെ ഏറ്റവും
വലിയ ദേശമാണ്, ലോകത്തെ ഏറ്റവും വലിയ ഭീകരമാണ്, ലോകത്തെ ഏറ്റവും വലിയ ഗാംഭീര്യമാണ്, ലോകത്തെ ഏറ്റവും വലിയ ബീഭത്സതയാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് തന്റെ പ്രിയപ്പെട്ട സദീർത്തിനോട്, സഖാവിനോട്, സഹാബിയോട്, അനുസരനോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുമ്പോ സഹോദരങ്ങളെ, നബി തങ്ങളുടെ മുന്നിൽ വന്ന ഒരു മനുഷ്യനെ ചോദിച്ചു, നബിയേ ഔസിനി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് ഉപദേശിച്ചാൽ നബിയേ എന്ന് പറഞ്ഞപ്പോൾ, എന്നെ ഒന്ന് ഉപദേശിക്കുമോ എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യനോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ലാ തഗ്ലബ്, ദേഷ്യപ്പെടരുത്. വീണ്ടും പറഞ്ഞു, നബിയേ മറ്റൊരു ദിവസം വന്നിട്ട് പറഞ്ഞു ഔസിനി യാ റസൂലല്ലാഹ്, ഒന്ന് ഉപദേശിക്കുമോ? നബി തങ്ങൾ എന്തെല്ലാം പറയാനുണ്ട്, നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം, ഹജ്ജിന് പോകണം, സക്കാത്ത് കൊടുക്കണം, കള്ള് കുടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, പലിശ വാങ്ങരുത്, പരദൂഷണം പറയരുത്, ഏഷണി പറയരുത്, ഇതൊക്കെ പറയാമായിരുന്നിട്ടും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ല കോപിക്കരുത്. 3 ദിവസം കഴിഞ്ഞു, വീണ്ടും വന്നു ഒരു ആ മനുഷ്യൻ. എന്നിട്ട് ചോദിച്ചു, നബിയേ ഔസിനി യാ റസൂലല്ലാഹ്, ഒന്ന് ഉപദേശിക്കൂ നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ലാ തഗ്ലബ്, കോപിക്കരുത്, ദേഷ്യപ്പെടരുത്. എന്താ കാര്യം എന്നറിയോ? ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആകെയുള്ളൊരു ദുസ്വഭാവം ദേഷ്യമാണ്. ചില ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പള്ളിയിൽ നിസ്കരിക്കും, സക്കാത്ത് കൊടുക്കും, ഹജ്ജിന് പോകും, എല്ലാ കാര്യങ്ങളും ക്ലിയറാണ്. പക്ഷെ അയാളുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഒരു മൈനസ്, ഏറ്റവും വലിയ ഒരു ദുർബലത, ഏറ്റവും വലിയ ഒരു മോശമായ സ്വഭാവം ദേഷ്യമാണ്. ആ മനുഷ്യനോട് എന്തെങ്കിലും ഒരു ഉപദേശം തരുമെന്ന് ചോദിച്ചു വന്നപ്പോ അത് ഒരിക്കൽ വന്ന ഒരു സഹാബിയോട് എന്ന് പറഞ്ഞതല്ല, പല ഘട്ടങ്ങളിൽ വന്നിട്ട് ഉപദേശിക്കൂ നബിയെ എന്ന് പറഞ്ഞപ്പോ അയാളിൽ ആകെയുള്ള ദുസ്വഭാവം ഇതായത് കൊണ്ട് തന്നെ നബി പലവട്ടവും പറഞ്ഞു കോപിക്കരുത്, കോപിക്കരുത്, കോപിക്കരുത്. ദേഷ്യം അടക്കുക എന്നുള്ളത് മനുഷ്യരുടെ ഇടയിലുള്ള ഇഹ്സാനാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് കേൾക്കണോ? ഈ ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ ഈ ദേഷ്യം വരും ശൈത്താൻ എവിടെ ഇരിക്കുന്നതെന്നറിയോ? ശൈത്താൻ നമ്മുടെ രാത്രി കിടക്കുമ്പോ എവിടെ ഇരിക്കുന്നത്? എവിടാണ്? പഠിച്ചു വെച്ചോളി. ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ കണ്ട് ഇനി ഒരുപാട് നാൾ ജീവിക്കുമെന്ന ഒരു പ്രതീക്ഷയും വേണ്ട. ഈ ദുനിയാവിൽ വെച്ച് ശൈത്താൻ എവിടെയാണ് രാത്രി രാപാർക്കുന്നതും അവന്റെ ഹാൾട്ട് ചെയ്യുന്നത് എവിടാണ്, അവൻ രാത്രി കിടന്നുറങ്ങുന്നത് എവിടാണ് എന്ന് പഠിക്കാതെ മരിച്ചു പോയാൽ അത് മോശമാണ്. രാത്രി എവിടാണ് ശൈത്താൻ കിടന്നുറങ്ങുന്നത്? അവന്റെ ഹൈഷൂമിലാണ്, അവന്റെ തരിമൂക്കിലാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ ഇതിനകത്തുണ്ടല്ലോ, അവിടാണ് ശൈത്താൻ രാത്രി ഉറങ്ങുന്നത്. അതുകൊണ്ട് എഴുന്നേറ്റ ഉടനെ മൂക്ക് ചീറ്റി അതൊക്കെ പുറത്ത് കളയണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു മനുഷ്യന് ദേഷ്യം വരുമ്പോൾ ആ മനുഷ്യന്റെ മൂക്കിന്റെ അഗ്രഭാഗത്ത് ശൈത്താൻ ഇരുന്ന് ഇങ്ങനെ ചൊറിഞ്ഞു തരും ശൈത്താൻ. അതുകൊണ്ടാണ് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കാൻ പറയും, ധൈര്യം ഉണ്ടായി മൂക്കി തുറ, കാണട്ടെ, ധൈര്യം ഉണ്ടായി മൂക്കി തുറ എന്ന് പറയും. കാരണം എന്താണ്? ഈ ദേഷ്യം വരുന്നത് മൂക്കിന്റെ ഭാഗത്തിരിക്കുന്ന പിശാച് ചുരണ്ടുമ്പോഴാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നു, ജീവിതത്തിൽ നമ്മൾ ആരോടും ദേഷ്യപ്പെടാൻ പാടില്ല. അത് ജനങ്ങളോടുള്ള ഇഹ്സാനാണ്. അപ്പൊ മറക്കരുത്, മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിലുള്ള ഇഹ്സാൻ. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ അവൻ ജീവിതത്തിൽ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ദാനധർമ്മം ചെയ്യണം. കോവിഡിലും അല്ലാത്തപ്പോഴും ഒക്കെ ദാനധർമ്മം ചെയ്യണം. അൽഹംദുലില്ലാഹ്. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ വേറെ മഹല്ലുകളെ പറ്റി എനിക്കറിയില്ല, ഞാനൊന്നും പറയുന്നതല്ല, ഞാൻ അറിഞ്ഞൊരു മഹലിനെ പറ്റി പറയാം. ചുറ്റുമൂലം മുസ്ലിം ജമാഅത്ത് ഞാൻ പഠിച്ച ഒരു മഹല്ല. ആ മഹലിനെ സംബന്ധിച്ച് ഒരാൾ എന്നോട് പറഞ്ഞു, ഈ കോവിഡിന്റെ ഒരു കൊല്ലത്ത്, ഈ ഒരു കൊല്ലം കോവിഡിന്റെ രൗദ്രതയിൽ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുമ്പോഴും ആ മഹല്ലത്തിലെ ഒരു ജീവനക്കാരന് പോലും ഒരു രൂപ പോലും കുറച്ചിട്ടില്ല. ഒരു രൂപ പോലും ആലിമീങ്ങൾക്ക് കുറച്ച്, നിങ്ങൾ പിന്നെ ഈ കോവിഡ് അല്ലേ അതുകൊണ്ട് പകുതി ശമ്പളം അല്ലെങ്കിൽ കാൽ ശമ്പളം അല്ലെങ്കിൽ മുക്കാൽ ശമ്പളം അല്ലെങ്കിൽ അര ശമ്പളം ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ചില്ല എന്ന് പറയുന്നു. ഞാനൊരു 2-3 ദിവസം മുമ്പ് പ്രസംഗിച്ചു കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ആവിൽ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ചെന്നപ്പോ എന്നോട് അവര് പറയുന്നു, ഉസ്താദേ, ഞങ്ങൾ അൽഹംദുലില്ലാ ഞങ്ങളുടെ പള്ളിയിലെ ഉസ്താദുമാർക്ക് ശമ്പളം കുറച്ചിട്ടില്ല. ഇത് പറയുന്നത് ഉസ്താദുമാര് ശമ്പളം കുറഞ്ഞതിന്റെ പേരിൽ എല്ലാം മരത്തിൽ കെട്ടിത്തൂങ്ങി മരിച്ചു എന്നതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒന്നും മരിക്കൂല. അല്ല
അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്ക്, ഒരാളുടെ 2 മക്കൾ, ഒരാൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, ഒരാൾ ഒരു പള്ളിയിലെ ഇമാമാണ്. അദ്ദേഹം പ്രസംഗിച്ചപ്പോ പറയാണ്, എനിക്ക് കിട്ടുന്ന ശമ്പളം അന്ന് പറയാണ് 3000 രൂപയാണ്. ഞാനിവിടെ പഠിക്കുന്ന സമയത്ത് ഒരു ഉപദേശം കേട്ടതാണ്, 3000 രൂപയാണ് എനിക്ക് കിട്ടുന്ന സാലറി. എന്റെ ജ്യേഷ്ഠന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, കിട്ടുന്നത് 30,000 രൂപ, എനിക്ക് കിട്ടുന്നത് 3000 രൂപ. ഈ ജ്യേഷ്ഠൻ മാസാവസാനാകുമ്പോ എന്നോട് ചോദിക്കും, വല്ല ചില്ലറ ഇരിപ്പുണ്ടോ, കടമായിട്ട് മതി, അടുത്ത മാസം എടുക്കാം. കാരണം എന്താ, ഈ കിട്ടുന്ന 30-ൽ ബറക്കത്തില്ല, ഈ കിട്ടുന്ന 3000-ൽ ബറക്കത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ നമ്മുടെ നാടുകളിൽ അങ്ങനെ ഒരു നല്ല സാഹചര്യങ്ങളും നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹു നിലനിർത്തട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കൊടുക്കാൻ മനസ്സുണ്ടാകണം. ഇപ്പൊ നോക്ക്, ഇവിടെ 3 വീൽ ചെയർ ഇരിക്കുന്നു, ബാക്കി കൊടുത്തതാണ് അത്രേ ഉള്ളൂ. ഒരുപാട് പേർക്ക് സാമ്പത്തിക സഹായം ഇപ്പൊ കൊടുത്തു. ബഹുമാനപ്പെട്ട നിയാസ് മൗലവി എന്നോട് പറഞ്ഞു, ഒരുപാട് പേർക്ക് സാമ്പത്തിക സഹായം കൊടുത്തു. ഇനി എന്നോട് പറയാണ്, ഇവിടെ നിന്നൊരു പെൺകുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി ഒരു കളക്ഷൻ എടുത്തു തരണം. ഇപ്പോഴല്ല, അടുത്ത വർഷം. എന്ത് കോവിഡ്, എന്ത് പ്രളയം, എന്ത് വന്നാലും നമ്മുടെയൊക്കെ സംരക്ഷകൻ അള്ളാഹുവുമാണ്. ആ അള്ളാഹുവിന്റെ ഖജനാവ് വിശാലവുമാണ്, അതൊരിക്കലും വറ്റിപ്പോവുകയില്ല. പിന്നെന്തിന് നമ്മൾ പേടിക്കണം? അതുകൊണ്ട് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരുപോലെ കൊടുക്കണം എന്ന് പറയുമ്പോ ചിലപ്പോ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റ വ്യത്യാസം വരും, എങ്കിലും കൊടുക്കാൻ മനസ്സുണ്ടാകണം. ചില മുതലാളിമാരുണ്ട്, അത് തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, അവര് പ്രതിസന്ധികൾ വരുമ്പോ കൊടുക്കൂല. എന്താണെന്നറിയോ, ചിലപ്പോ ഈ പ്രതിസന്ധി നീണ്ടുപോകാൻ സാധ്യതയുണ്ട്, ഉള്ളതൊക്കെ അങ്ങോട്ട് കൊടുത്താൽ ചിലപ്പോ നമ്മൾ തന്നെ പട്ടിണിയായി പോകും എന്ന് പറഞ്ഞിട്ട് പ്രതിസന്ധി ഉള്ളപ്പോ കൊടുക്കൂല. ശ്രദ്ധിക്കണേ, സാമ്പത്തിക നല്ലപോലെ കിട്ടുമ്പോ കൊടുക്കും, വാരി കൊടുക്കും. കാരണം കൊണ്ട് കച്ചവടം കൊണ്ട് നടക്കുന്നുണ്ട്, എല്ലാ റാഹത്താണ്. ഇനി ചില ആളുകൾ നേരെ തിരിച്ചാൽ, സാമ്പത്തികം ഉള്ളപ്പോ ഒന്നും കൊടുക്കൂല. സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴോ, അള്ളാഹുവേ നീ എന്നെ പണിയാണോ, പടച്ചോനെ അതാ 10 രൂപ പള്ളിക്ക് ഇരിക്കട്ടെ, ദ്വാരപ്പിക്കുന്നു. ബുദ്ധിമുട്ട് വരുമ്പോ പള്ളിക്ക്. ഇത് രണ്ടും തെറ്റാണ്. കൊടുക്കണം എപ്പോഴും. സന്തോഷത്തിലും സന്താപത്തിലും ലാഭത്തിലും നഷ്ടത്തിലും കഷ്ടത്തിലും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് സാഹചര്യങ്ങളിലും മാറി മാറി വരുന്ന കാലാവസ്ഥകളിൽ നമുക്ക് കൊടുക്കാൻ മനസ്സുണ്ടാകണം. ഒപ്പം നമ്മുടെ ജീവിതത്തിൽ ദേഷ്യം അടക്കണം. മൂന്നാമതായിട്ടുണ്ടാകേണ്ടത് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കണം, ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണം. ഇത് ജനങ്ങളുടെ ഇടയിലുള്ള ഇഹ്സാനാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോനാണ്, ഫാത്തിമ ബീവിയുടെ പൗത്രനാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചോരയാണ് സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന് ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു, ഒരു ഖദ്ദാമയുണ്ടായിരുന്നു, ഒരു വേലക്കാരി ഉണ്ടായിരുന്നു, ഒരു സേവകയുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ചെറിയ കിണ്ടിയിൽ വെള്ളമെടുത്തിട്ട് മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വുളു ചെയ്യാ. സൈനുൽ ആബിദീൻ തങ്ങൾ ഇങ്ങനെ വുളുവെടുത്തുകൊണ്ടിരിക്കുമ്പോ ഈ ജോലിക്കാരിയുടെ കയ്യിലിരിക്കുന്ന കിണ്ടി നിലത്ത് വീഴുമ്പോൾ, ആ നിലത്ത് വീഴുന്നതിന് മുമ്പ് സൈനുൽ ആബിദീൻ തങ്ങളുടെ ശരീരത്തിൽ തട്ടിയാണ് നിലത്ത് വീണത്. ആ സമയത്ത് നന്നായിട്ട് വേദനിച്ചു സൈനുൽ ആബിദീനെ തങ്ങൾക്ക്. സൈനുൽ ആബിദീനെ തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ, ആ പെണ്ണിനെ ഇങ്ങനെ ഒന്ന് കണ്ണ് ഉരുട്ടി നോക്കുകയാ. കണ്ണിങ്ങനെ ഉരുട്ടിക്കിട്ട് ആ പെണ്ണിനെ നോക്കിയപ്പോ ആ പെണ്ണ് സാധാരണ പെണ്ണായിരുന്നില്ല. ആ പെണ്ണ് നല്ല അറിവുള്ള പെണ്ണാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച പെണ്ണാ. ആ പെണ്ണ് സൈനുൽ ആബിദീനെ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞതെന്തെന്നറിയോ, വൽ കാളിമീനൽ ഗൈൽ, ദേഷ്യമടക്കണമെന്നല്ലേ ഖുർആൻ പറഞ്ഞതെന്നർത്ഥത്തിൽ. ആ പെണ്ണിന്റെ കയ്യിൽ നിന്നൊരു അബദ്ധം വന്നപ്പോ സൈനുൽ ആബിദീൻ തങ്ങൾ മർദ്ദിക്കുമെന്ന് ഭയപ്പെട്ട പെണ്ണ് ആയത്തോതുമ്പോ സൈനുൽ ആബിദീൻ തങ്ങൾ പെട്ടെന്ന് കണ്ണ് താഴോട്ട് മാറ്റുകയാ. ആ പെണ്ണിനറിയാം ഇപ്പോഴൊന്നും ചെയ്തില്ലെങ്കിലും പിന്നീട് എന്നെ മർദ്ദിച്ചാലോ. വീണ്ടും ആ പെണ്ണോതുകയാണ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരെയും അല്ലാഹു തആല ഇഷ്ടപ്പെടുകയാണല്ലോ. മഹാനായ സൈനുൽ ആബിദീൻ
അബ്ദീൻ തങ്ങൾ പറഞ്ഞു, പെണ്ണ് നിന്നെ നീ ഇതിനെ പറ്റിയുള്ള ചോദ്യമൊന്നുമില്ല കേട്ടോ. ആ സമയത്ത് കിട്ടിയ അവസരമല്ലേ. ആ പെണ്ണ് ഓതി വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു ഗുണവാന്മാരെ മുഹ്സിനീങ്ങളെ ഇഹ്സാനുള്ളവരെ ഇഷ്ടപ്പെടുകയാണ്. ഇത് കേട്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അംബിഹുറുല്ലി വജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടിയിട്ട് നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുകയാ, നിന്നെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. പൊക്കോ, നീ സ്വതന്ത്രയാണ്. നമ്മളാണെങ്കിലോ കിണ്ടി എടുക്കും, തലയിലും കടിക്കും, വേറെ ഒന്നുമില്ല. ആയത്തല്ല ഇനി ഖത്ത് ഓതിയാ പോലെ നമ്മുടെ മനസ്സ് മാറൂല. സൈനുൽ ആബിദീൻ റളിയല്ലാഹുവിന്റെ കയ്യിൽ ശരീരത്തിൽ വേദന വന്ന് പൊളഞ്ഞു നിൽക്കുമ്പോഴാണ് ഇങ്ങനെ നോക്കി മുകളിലോട്ട് പറഞ്ഞു, ആ പെണ്ണ് പറഞ്ഞു, അവൻ പറഞ്ഞു കളം തുകയില് ദേഷ്യമൊക്കെ അടക്കിയടി. പിന്നീട് എന്നെ ഉപദ്രവിക്കാനല്ലേ എന്നൂടി അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. സൈനുൽ ആബിദീൻ തങ്ങൾ പറഞ്ഞു, പുറത്തു. ഇനി ചോദ്യമല്ലേ അതിനെപ്പറ്റി. കിട്ടിയ അവസരമല്ലേ, വീണ് കിട്ടിയ അവസരമല്ലേ, പെണ്ണല്ലേ സാധനം. ഖുർആൻ അറിയുമെങ്കിലും പെണ്ണെന്നല്ലോ. അപ്പൊ പെണ്ണ് പറഞ്ഞു, അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു തആല ഇഹ്സാനുള്ളവരെ ഇഷ്ടപ്പെടുകയാണ്. അപ്പൊ സൈനുൽ ആബിദീൻ തങ്ങൾ പറഞ്ഞു, അന്തി ഹുർറുൽ വജ്ഹില്ലാഹ്, നിന്നെ ഞാൻ അല്ലാഹുവിന് വേണ്ടി പിരിച്ചുവിട്ടിരിക്കുകയാണ്, നീ സ്വതന്ത്രയാണ്. ഇതാണ് ജനങ്ങളോടുള്ള ഇഹ്സാൻ. ഇത് രണ്ടും, അല്ലാഹുവോടുള്ള ഇഹ്സാനും ജനങ്ങളോടുള്ള ഇഹ്സാനും നമ്മൾ പാലിച്ചാൽ അല്ലാഹു പറയുന്നു, വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. വല്ലാഹു ലാ യുൽഖി ഹബീബഹു ഇലന്നാർ, അല്ലാഹു അവന്റെ ഹബീബിനെ നരകത്തിൽ എറിയില്ലെന്ന് ആരംഭപ്പൂവേ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ തുടങ്ങിക്കോ. വേറെ ഒന്നും വേണ്ട. കൈകെട്ടി നിസ്കരിക്കുമ്പോ എന്നെ റബ്ബ് കണ്ടുകൊണ്ട് നിൽക്കുക, വേറെ ഒന്നും വേണ്ട. നമ്മൾ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വാപ്പ പള്ളിയിലെ മൂലക്കിരിക്കുകയാണ് ഖുർആൻ ഓതിക്കൊണ്ട്. പുതിയാപ്പിളയാകാൻ പോകുന്ന നമ്മൾ ഇങ്ങനെയൊക്കെ വലിയ തഖശ്ശുഉം ഖുളൂഉം തഖ്വയും ഭയഭക്തിയൊക്കെ കാണിച്ചാലേ ചിലപ്പോ സ്ത്രീധനം കൂടുതൽ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താ ഭയങ്കര നിസ്കാരം. കാരണം യവന് പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തില്ലെങ്കിലോ യവൻ നല്ലവനാണ്, നിസ്കാരമുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ട് കൈകെട്ടുക. കേവലം കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വാപ്പ പള്ളിയുടെ മൂലയ്ക്ക് തെക്കുഭാഗത്തിരിക്കുന്നു എന്ന് കാണുമ്പോ അവനുണ്ടാകുന്ന നമസ്കാരത്തിന്റെ ചൈതന്യം മാറ്റം പോലെയാണോ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്? അല്ല, അള്ളാഹു നമ്മളെ കാണുകയാണ്. അതുകൊണ്ട് കൃത്യമായി നമ്മുടെ ഇബാദത്തുകളിൽ, നോമ്പിൽ, എല്ലാ പ്രവർത്തനങ്ങളിലും പടച്ചവൻ കാണുന്നുണ്ടെന്ന് നോക്ക്. അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അവനെ കണ്ണുവെട്ടിക്കാൻ നമുക്ക് കഴിയില്ല. ലാ തുദ്രികുൽ അബ്സാർ, അവനെ കണ്ണുകൾ കാണില്ല. അവൻ കണ്ണുകളെ കാണും. അവൻ കണ്ണുകളെ കാണും. ഒളിക്കണ്ണ് കൊണ്ടുള്ള നോട്ടം പോലും അവൻ അറിയുന്നു. പാതിരാത്രിയിൽ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ചിമ്മൽ പോലും അല്ലാഹു അറിയുന്നുണ്ട്. കൃഷ്ണമണിയുടെ ചലനം പോലും അല്ലാഹു അറിയുന്നുണ്ട്. പക്ഷേ ഒരു കണ്ണും അവനെ കാണില്ല. അവൻ കണ്ണുകളെ കാണും. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. തൽക്കാലം ആ ഒരെണ്ണം അത്ര മതി. ഇനി രണ്ടാമത്, അല്ലാഹു ഖുർആനിലൂടെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ വിഭാഗമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു തീരില്ല. 8 വിഭാഗങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാം പറയാൻ നമുക്ക് സമയമില്ല. ബാക്കി ഇൻഷാ അല്ലാഹ് ഉസ്താദുമാര് പറഞ്ഞു തരും. ഞാനത് ഏതാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. വിശദീകരണങ്ങളൊക്കെ മറ്റൊരവസരത്തിലാകാം. തെരഞ്ഞെടുപ്പൊക്കെ കഴിയട്ടെ, ഇതിന്റെ ചൂടൊക്കെ കഴിയട്ടെ, എല്ലാം കഴിയുമ്പോ ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു സങ്കടം കൂടെ ഞാൻ ബോധിപ്പിക്കുകയാണ്. കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും സ്വദേശത്തും വിദേശത്തും ഒക്കെ ഇരുന്ന് ലൈവ് കാണുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും എന്നെ ലൈവായിട്ട് കാണുന്നവരോടും ഈ പരിപാടി ലൈവായിട്ട് വെളിയിൽ നിന്ന് കാണുന്നവരോടും എനിക്ക് പറയാനുള്ളത്, പത്രത്തിലൊക്കെ വായിക്കുന്ന വാർത്തകൾ വളരെ വേദന തോന്നുന്ന വാർത്തകളാണ്. ഇലക്ഷന് ശേഷം കോവിഡ് രൂക്ഷമാകാൻ സാധ്യതയുണ്ട്, ജാഗ്രത പാലിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ വീണ്ടും ലോക്ക്ഡൌൺ ആകും എന്നാണ്. ഒരു വിശ്വാസിക്ക് ഇനിയും ആ നീറ്റല് ഒന്നുകൂടി ശവത്തിൽ കുത്തുക എന്ന് പറയുന്ന, മുറിവിൽ വീണ്ടും കത്തിക്കൊണ്ട് പോറുക എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റില്ല.
ഒന്ന് തിരുത്തി എഴുതിക്കൂടെ? റമളാന് ശേഷം, പെരുന്നാളിന് ശേഷം കോവിഡ് രൂക്ഷമാകും, ജാഗ്രത വലിക്കണോ? എല്ലാ പാർട്ടികളും, ഒരു പാർട്ടി നല്ല ആവുമ്പോഴാണല്ലോ വിഷമം വരിക. ഭരണവും പ്രതിപക്ഷവും ഘടകകക്ഷികളും കേന്ദ്രം ഭരിക്കുന്നവരും സംസ്ഥാനം ഭരിക്കുന്നവരും എല്ലാവരും റോഡ് ഷോ നടത്തുന്നു, എല്ലാവരും അങ്ങോട്ട് പോകുന്നു. നമ്മളും അതിലൊരു ഭാഗവാക്കാണ്, നമ്മളും ഒരു പാർട്ടിക്ക് വോട്ടിടും, അതൊക്കെ ശരിയാണ്. പക്ഷേ എല്ലാ പാർട്ടികൾക്കും ഇങ്ങനെ ആവേശത്തോടെ റോഡുകളിൽ ഇറങ്ങി നടക്കാൻ അനുവാദം കൊടുത്തിട്ട് അവസാനം ഞങ്ങളുടെ പുണ്യ റമളാൻ എത്തുമ്പോ വീട്ടിലിരിക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കരുതേ. മഹല്ലുകളോട് പറയാറുള്ളത്, അങ്ങനെ കാള പെറ്റു എന്ന് കേൾക്കുമ്പോ കയറെടുക്കരുത്. നിങ്ങൾ നിർത്തണം, നിങ്ങൾ പള്ളികൾ അടയ്ക്കണമെന്ന് പറയുമ്പോ തന്നെ കമ്മിറ്റി വിളിച്ചിട്ട് ഓക്കെ ഒപ്പുവെച്ചിരിക്കുന്നു, പെരുന്നാൾ വരെ ഒറ്റൊരുത്തനും പള്ളിയിൽ കയറി കളയരുത് എന്ന് പറഞ്ഞങ്ങ് തീരുമാനമെടുത്ത് കളയരുത്. പോകാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ നമുക്ക് പോകണം. എങ്ങും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് നിലനിൽപ്പില്ല എന്ന് കാണുമ്പോ, എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വീട്ടിലിരിക്കേണ്ടി വന്നാൽ അവിടെ ഇരുന്നു കൊണ്ടും നമുക്ക് ഇബാദത്തെടുക്കാം. പക്ഷേ ഇനിയും നമുക്കൊരു പള്ളിയില്ലാത്ത, എഴുത്തിക്കാഫില്ലാത്ത, ഇഫ്താറില്ലാത്ത, തറാവീഹില്ലാത്ത, അവസാനത്തെ പത്തില്ലാത്ത റമളാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, ഒന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു നമുക്ക് റമളാൻ ആവേശത്തോടെ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷങ്ങളിൽ എങ്ങനെയാണോ അതുപോലെ പരിശുദ്ധ റമളാനെ ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിലൊക്കെ പള്ളി നിറച്ചാളാണ്. അവസാനത്തെ 10 പിന്നെ പറയണ്ട. അവിടെ കിലോ കണക്കിന് ചോറ് വെച്ചിട്ട് അത്താഴത്തിന് ആളുകൾക്ക് ഭക്ഷണം കൊടുത്താലും തികയാതെ വരുന്നു. എന്തുകൊണ്ടാണ്? സത്യവിശ്വാസികൾ ഇങ്ങനെ, വീടുകളിൽ ആരുമില്ല, എല്ലാവരും പള്ളിയിലാണ്. പകലുപോലെ പള്ളി, പകലുപോലെ രാത്രികൾ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനത്തെ 10 സജീവമാണ്. പക്ഷെ അത് ഇല്ലാത്ത കഴിഞ്ഞ വർഷത്തെ ആ ഒരു ദിവസം വീട്ടിൽ നമുക്ക് പിന്നെ ആശ്വാസത്തിന് പലതും പറയാം. എന്താ പറയുന്നത്? ഓ, പെണ്ണും പിള്ളയ്ക്ക് തറാവീഹ് ഇമാമത്തിക്കാൻ പറ്റി, അല്ലാഹ് അൽഹംദുലില്ലാ, അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതെങ്കിലും പറഞ്ഞ് ആശ്വസിക്കുക, അതെങ്കിലും പറഞ്ഞ് ആശ്വാസം നിർവൃതി അടയാണ്. പെണ്ണും പിള്ളക്ക് ഇമാമത്ത് നിൽക്കലാണോ? അവർക്ക് അവിടെ നിന്ന് തറാവീഹ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ചുള്ള നിസ്കാരമാണ്. ഇച്ചിരി നിസ്കരിച്ച് പിന്നെ കുറച്ചങ്ങോട്ട് പോയിച്ച് വെള്ളമൊക്കെ കുടിച്ച് തിരിച്ചു വന്ന് ബാക്കി വീണ്ടും നിസ്കരിച്ച് അങ്ങനെയൊക്കെ അവർ നിസ്കരിച്ചോളും. അവർക്ക് മക്കളോ പെൺമക്കളോ ആൺമക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ സുഖമില്ലാത്തവരോ അവരൊക്കെ ഇമാമത്ത് നിന്നോളും. പെണ്ണുങ്ങൾക്കൊക്കെ ഇപ്പൊ കാര്യമായിട്ട് വിവരമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവരങ്ങനെ അങ്ങ് തുടർന്നോട്ടെ. നമുക്ക് നമ്മുടെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയുള്ള ഇബാദത്തുകൾ നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദ്വാരക്കണം, പരിശ്രമിക്കണം. ലൈവിലൂടെ ആരും ചീത്തയൊന്നും വിളിച്ചു കളയരുത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമതായി ഖുർആൻ പരിചയപ്പെടുത്തിയ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കൂട്ടരാരാണ്? സൂറത്തുൽ ബഖറ അല്ലാഹ് പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ. അല്ലാഹു തആല തൗബ ചെയ്യുന്നവരോട് വല്ലാത്ത സ്നേഹമാണ് അല്ലാഹുവിന്. അള്ളാഹുവിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടുന്നവനോട് അള്ളാഹുവിന് വല്ലാത്ത സ്നേഹമാണ്. നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന ഒരാളെ കൈനീട്ടി നമ്മൾ കൊടുത്തു 100 രൂപ. നോക്കുമ്പോ പിറ്റെന്നും അതേ സമയത്ത് അവൻ വന്ന് നിൽക്കുന്നു. നമ്മൾ വന്നതല്ലേ 50 രൂപയാക്കി കൊടുത്തു. 3-ാം ദിവസം കതക് തുറന്നപ്പോഴും അയാൾ തന്നെ. നമ്മൾ ചോദിക്കും, ഇന്നലെയും മെനിങ്ങാന്നും നിങ്ങളല്ലേ വന്നത്? അതാണ്. പക്ഷേ നിങ്ങൾ മാത്രമേ തന്നോളൂ, അതുകൊണ്ട് വീണ്ടും വന്നതാ. അങ്ങനെയൊക്കെ നമുക്കൊരു വലിയ വില തന്നപ്പോ നമ്മൾ 25 രൂപ കൊടുത്തു. 4-ാം ദിവസം നമ്മളെ വീടിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോ അയാൾ വന്നാൽ കതകടച്ചിട്ട് അകത്തിരിക്കും, നമ്മൾ തുറക്കൂല. ഇനി നിർബന്ധിച്ച് പോകുന്നില്ലെന്ന് കാണുമ്പോ ആ കതക് തുറന്നിട്ട് നമ്മൾ പറയും, എന്തേ നിനക്ക് അടി വേണോടാ, പോടാ ഇവിടെ നിന്ന്, വേറെ വീട്ടിൽ പൊയ്ക്കോ. അവന് ദേഷ്യം വരുന്നു. എന്നാൽ അള്ളാന്റെ മുമ്പിൽ കൈകൾ ഒരിക്കൽ നീട്ടുമ്പോ റബ്ബിന് ചെറിയ സ്നേഹം നമ്മളോട് തോന്നും. വീണ്ടും നീട്ടി, അല്ലാഹുവേ സ്നേഹം കൂടുകയാണ്. വീണ്ടും നീട്ടുന്നു, റബ്ബേ അല്ലാഹുവിന്റെ സ്നേഹം കൂടുകയാണ്. ലാ തസ്അലന്ന ബനി ആദമ ഹാജതൻ വസലില്ലദീ അബ്വാബുഹു ലാ തുഗ്ലഖൂ. അല്ലാഹു യഗ്ലബു ഇൻ തറക്ത സുആലഹു വബു
وبني آدم حين يسأل يغضب. ഒരു മഹാൻ നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ലാ തസ്അലന്ന ബനി ആദമ ഹസദാ. ഒരാവശ്യവും നീ മനുഷ്യനോട് ചോദിക്കല്ലേ, മനുഷ്യനോട് ഒന്നും നീ ചോദിക്കല്ലേ. അവൻ നിന്റെ മുന്നിൽ വീടിന്റെ ജാലകങ്ങൾ കൊട്ടിയടക്കും, അവന് വീടിന്റെ കതക് നിന്റെ മുമ്പിലേക്ക് വലിച്ചടക്കുന്നതാണ്. അടയ്ക്കപ്പെടാത്ത ഒരു വാതിലുണ്ട്. അതാരുടെ വാതിലാണ്? സർവാധിനാഥനായ, സർവേശ്വരനായ, സർവഗുണ സമ്പൂർണനായ, സർവാധിനാഥനായ, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ, സർവഗുണ സമ്പൂർണനായ, സർവലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്ന അല്ലാഹ്, അവന്റെ വാതിൽ ഒരിക്കലും അടഞ്ഞു കിടക്കൂല. അല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു വബനി ആദമ ഹീന യുസ്അലു യഗ്ളബു യഗ്ളബു. പടച്ചവനോട് ചോദിച്ചാൽ ചോദിക്കാതിരുന്നാലാണ് അവന് ദേഷ്യം വരുന്നത്, ചോദിക്കാതിരിക്കുമ്പോഴാണ് അല്ലാഹുവിന് ദേഷ്യം വരുന്നത്. എന്നാ മനുഷ്യരോട്, മനുഷ്യർക്ക് ചോദിച്ചാൽ ദേഷ്യം വരുന്നതാണ്. അതുകൊണ്ട് കരങ്ങൾ നീട്ടുമോ ഉമ്മ, കരങ്ങൾ നീട്ടുമോ പ്രിയപ്പെട്ട സഹോദര? ആരുടെ നേരെയാണ്? അല്ലാഹുവിന്റെ നേരെ കരങ്ങൾ നീട്ടിയിട്ട് പറയണമല്ലാ, ചെയ്തു പോയ അപരാധങ്ങൾക്ക് കണക്കില്ല റബ്ബേ. അല്ലാഹുവേ, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് കണക്കില്ല അല്ലാ, പൊറുക്കണം റബ്ബേ. നീ മാത്രമേ എനിക്കുള്ളൂ, എനിക്ക് നീയേ ഉള്ളു പടച്ചവനെ. നിനക്ക് ഞാനല്ലാത്ത അടിമകൾ കോടിക്കണക്കിനുണ്ട്. അവര് ജീവൻ നൽകി, സമ്പത്ത് നൽകി, സമയം നൽകി, എല്ലാം നൽകി. പക്ഷെ എനിക്ക് ഒന്നും നൽകാൻ പറ്റിയില്ലല്ലോ അല്ലാ. നിനക്ക് വേറെ അടിമകളുണ്ട്, പക്ഷെ എനിക്ക് നീ മാത്രമാവുള്ളത്. അതുകൊണ്ട് റബ്ബേ തരണം റബ്ബേ, പൊറുക്കണം റബ്ബേ. പശ്ചാത്തപിച്ച റബ്ബിലേക്ക് അങ്ങ് മടങ്ങിയ ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബി. അല്ലാഹ് ഇഷ്ടപ്പെടുകയാണ് വല്ലാതെ. എന്തുകൊണ്ടാണ് പടച്ചവരെ തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നതെന്നറിയോ? ആ തൗബ എന്ന് പറഞ്ഞാൽ അർജൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങലാണ് തൗബ എന്നത്. അതുകൊണ്ട് ഒരാൾ അല്ലാഹുവിലേക്ക് മടങ്ങുമ്പോ അവന്റെ സ്നേഹം എത്ര ഇരട്ടിയാണെന്നറിയോ? ഒരു ഉദാഹരണത്തിലൂടെ, ഒരു കഥയിലൂടെ മുത്തായ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാ. ഒരു മനുഷ്യന് വിദൂര യാത്രക്ക് വേണ്ടി തന്റെ വാഹനമാകുന്ന കുതിരയെ തയ്യാറാക്കി. ആ കുതിരപ്പുറത്ത് ഭക്ഷണം വെച്ചോ, ആ കുതിരപ്പുറത്ത് വസ്ത്രം വെച്ചോ, ആ കുതിരപ്പുറത്ത് മെഡിസിൻ വെച്ചോ, താൻ ദീർഘമായ യാത്രക്ക് പോവുകയാ. വിജനതയിലൂടെയാണ് തന്റെ യാത്ര. അങ്ങനെ യാത്രയുടെ വാഹനമാകുന്ന തന്റെ കുതിരപ്പുറത്ത് ഭക്ഷണവും വസ്ത്രവും മെഡിസിനും എല്ലാം മരുന്നുമൊക്കെ വെച്ചുകൊണ്ട്, കുടിക്കാൻ വെള്ളമെല്ലാം കരുതിക്കൊണ്ട് കുതിരപ്പുറത്ത് കയറിയിട്ട് കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് അവനെ യാത്ര ആരംഭിച്ചു. കുറെ ദൂരം ചെന്നപ്പോ കുതിരയ്ക്ക് പുല്ല് കൊടുക്കണ്ടേ? വെള്ളം എണ്ണ അടിക്കുന്നത് പോലെ വാഹനത്തിൽ എണ്ണ അടിക്കാൻ പമ്പിൽ കയറണ്ട്. അതുകൊണ്ട് തന്നെ കുതിരയ്ക്ക് പുല്ല് കഴിക്കാൻ അവസരം കൊടുക്കണം, അതിന് തീറ്റ തിന്നാൻ അവസരം കൊടുക്കണം, അതിന് വെള്ളം കുടിക്കാൻ അവസരം കൊടുക്കണം. അങ്ങനെ അതിനെ മേയാൻ വേണ്ടി വിട്ടു. ആ മനുഷ്യൻ ഇങ്ങനെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ വിശ്രമിക്കുമ്പോ കണ്ണുകളിൽ ക്ഷീണം കൊണ്ടങ്ങ് ഉറക്കം വന്നു. ഉറക്കം മയക്കമായി, മയക്കം വല്ലാത്ത നിദ്രയിലേക്ക് ആണ്ട് പോവുകയാ. ആ മനുഷ്യ പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തന്റെ വാഹനം കാണാനില്ല. ആരോരുമില്ലാത്ത നാടാ, അനധിവിദൂര സാധ്യത പോലുമില്ല, ഏഴയൽ പക്കത്ത് പോലും ആളനക്കമില്ല. ആ സമയത്ത് ആ മനുഷ്യന്റെ വാഹനത്തിലാണ് വസ്ത്രമുള്ളത്, ഒന്ന് ഉടുതുണിക്ക് മറുതുണിയില്ല. ആ വാഹനത്തിലാണ് ഭക്ഷണമുള്ളത്, കഴിക്കാനൊന്നുമില്ല. ഒരു തുള്ളി ദാഹജലം പാനം ചെയ്യാൻ തന്റെ പാത്രത്തിൽ വെള്ളമില്ല, എല്ലാ വണ്ടിയിലാണ്. ആ മനുഷ്യനെ സർവ്വതും നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ കുഴഞ്ഞു നിൽക്കുമ്പോ അതാ വാഹനം തന്റെ മുന്നിലേക്ക് വരികയാ. തന്റെ കുതിര എവിടെന്നോ പാഞ്ഞെടുക്കുകയാണ്. കുളമ്പടി ശബ്ദം കേൾക്കുകയാ. അതിനകത്ത് ഭക്ഷണമുണ്ട്, സൈഫാണ്. അതിനകത്ത് വസ്ത്രമുണ്ട്, സൈഫാണ്. അതിനകത്ത് വെള്ളമുണ്ട്, പോയിട്ടില്ല. ആ വാഹനമാകുന്ന കുതിര തന്റെ മുന്നിലേക്ക്
മുന്നിലേക്ക് വരുമ്പോ ഈ മനുഷ്യന്റെ സന്തോഷം എത്ര വലുതാ. ഈ മനുഷ്യന് സന്തോഷത്തിന്റെ ആധിക്യത്താൽ പറഞ്ഞു പോയി, അല്ലാഹുമ്മ അന്ത അബ്ദീ വഅന റബ്ബുക. പടച്ചവനെ, നീ എന്റെ അടിമയാ, ഞാൻ നിന്റെ ഉടമസ്ഥനാണ് അല്ലാ. സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് ഇയാൾ പറഞ്ഞെന്താ? പടച്ചവനെ, നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ ഉടമയാണ്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായില്ല? ഉണ്ടാ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായില്ലേ ഈ പറഞ്ഞതില്? അല്ലാഹുമ്മ അന്ത അബ്ദീ വഅന റബ്ബുക, നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ ഉടമയാണ്. എന്തെങ്കിലും തെറ്റുണ്ടോ? എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നത്? നീ എന്റെ അടിമ, ഞാൻ നിന്റെ ഉടമസ്ഥൻ. തെറ്റുണ്ടോ? അമീനോട് ചോദിച്ചാൽ അറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരുനാഗപ്പള്ളി തന്നെയാണോ ഇത്? കരിനാഗങ്ങളുടെ ഇടയിൽ കായംകുളം രാജാവ് നീട്ടിവെച്ചു കൊടുത്ത ഒരു സ്ഥലത്ത്, ആ സ്ഥലത്ത് വന്ന് പള്ളി കെട്ടാൻ വേണ്ടി ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ശ്രമിക്കുമ്പോൾ കരിനാഗങ്ങളുടെ സങ്കേതത്തിൽ രാജാവ് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സ്ഥലത്തുള്ള ആ കരിനാഗത്തെ കുടപ്പിൽ കയറ്റിയിട്ടതിന്റെ വായ മൂടിക്കെട്ടി രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്ന് കാഴ്ച വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ, അദ്ദേഹമാണ് ശൈഖ് മസ്ജിദിൽ കിടക്കുന്നത്. അതാണ് കരുനാഗപ്പള്ളി. കരുനാഗങ്ങൾക്ക് ഇരുന്ന സ്ഥലത്ത് വെച്ച പള്ളി, അതാണ് കരുനാഗപ്പള്ളി. ഇവിടെ എവിടാണ്? ഈ നാടിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? തെക്കൻ കേരളത്തിലെ എല്ലാ ഉലമാക്കളും കിടക്കുന്നത് ഇവിടാണ്. എന്തൊരു മഹത്വമാണ്! ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ നമ്പർ 1 മദ്രസ ജിറ്റുമൂല. ഇബ്രാഹിം കുട്ടി ഉസ്താദ്, കോട്ടക്കര ഇബ്രാഹിം കുട്ടി മൗലവി ഉസ്താദ്, ഉമർ കുട്ടി ഉസ്താദ്, അപ്പുറത്ത് പി കെ യൂനുസ് കുട്ടി ഉസ്താദ്, തൊട്ടപ്പുറത്ത് തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി ഉസ്താദ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടത്ത് വി കെ മുഹമ്മദ് മൗലവി, അല്ലെ, വി കെ അബ്ദുള്ള മൗലവി ഉസ്താദ്, നമ്മുടെ ഓച്ചിറയിൽ. അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു 10 ശിഷ്യന്മാരും. അതിന്റെ തൊട്ടുപുറത്ത്, അതിന്റെ മുറ്റത്തതിന് അതിന്റെ ഏറ്റവും വലിയ നാഴികക്കല്ലും ജാജ്വല്യതയും അതിന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷവും ഏറ്റവും വലിയ ഒരു ആനന്ദവുമായിട്ട് ഹബീബായ നബി തങ്ങളെ സ്വപ്നം കണ്ട റഈസുൽ ഉലമായും ശിഹാബുദ്ദീൻ മൗലവി നവ്വറല്ലാഹു മർഖദ. ഏത് മണ്ണാണിത്? കരുനാഗപ്പള്ളി മണ്ണ്. ഏതിലെങ്കിലും പിന്നിലുണ്ടോ? കഴിഞ്ഞ വർഷത്തെ പുതുവർഷപ്പള്ളിയുടെ കള്ളിൽ ഏറ്റവും നമ്പർ ചാലക്കുടി 2, 1 കരുനാഗപ്പള്ളി. കള്ളിൽ മുമ്പിൽ തന്നെ. അല്ലാഹ് കാക്കട്ടെ. ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനിന്റെ വിഷയത്തിൽ മുമ്പന്തിയിലാണ് അല്ലാഹു. ഈ ഒരു മണ്ണിന് അല്ലാഹു തആല അതിന്റെ മഹത്വം മാലോകരുടെ മുമ്പിൽ പടച്ചതമ്പുരാൻ എന്നും അതിന്റെ പരമാവധി പാരമ്യതയിൽ തന്നെ, മഹത്വമായി തന്നെ, ഉത്തുംഗതയിൽ തന്നെ അല്ലാഹു നിലനിർത്തട്ടെ. ഒരുപാട് ഏറ്റവും വലിയ സൗഭാഗ്യം എന്റെ ഈ തടിയും എല്ലാം ഈ മണ്ണിൽ നിന്ന് അല്ലാഹു എനിക്ക് നൽകിയതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ മണ്ണ് വല്ലാത്തൊരു മണ്ണാണ്. എവിടെ പോയാലും ഒരു ദീനിന്റെ നർമ്മണമുണ്ട്. കരുനാഗപ്പള്ളി എത്ര മനോഹരമാണ്! അള്ളാഹു അതിന്റെ യശസ് വാനോളം ഉയർത്തട്ടെ. അള്ളാഹു നമ്മളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. സഹോദരങ്ങളെ, ഈ മനുഷ്യൻ സന്തോഷം കൊണ്ട് പറഞ്ഞത് നാവ് പിഴച്ചുപോയി. അയാൾ അങ്ങനെ പറയാൻ പാടില്ല. നീ എന്റെ അടിമയും ഞാൻ നിന്റെ ഉടമയും എന്ന് പറയുന്നത് തെറ്റാ. നീ എന്റെ ഉടമയാണ്, ഞാനാണ് നിന്റെ അടിമ എന്ന് പറയേണ്ടതിന് പകരം ആ മനുഷ്യന് സ്ഥലകാലബോധം നഷ്ടപ്പെട്ടുകൊണ്ട് അയാളുടെ പരിസരം മറന്നുകൊണ്ട് അയാൾ പറഞ്ഞപ്പോൾ അയാൾക്ക് പിഴച്ചുപോയി. അയാൾ പറഞ്ഞു തിരിഞ്ഞുപോയി. സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് അയാൾ പറഞ്ഞതുപോലും തിരിഞ്ഞുപോയ അവസ്ഥയിൽ ആ മനുഷ്യന്റെ നഷ്ടപ്പെട്ടത് മുഴുവനും തന്റെ കൺമുമ്പിൽ വരുമ്പോഴുള്ള സന്തോഷത്തിന്റെ പാരമ്യതയും ആധിക്യവും അതിന്റെ പരമമായ അവസ്ഥയും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. വിവരണാതീതമാണ്, അചിന്തനീയമാണ്, വാച്യമാണ്, നിർവചനീയമാണ്. ആ മനുഷ്യന്റെ സന്തോഷത്തെക്കാൾ ഈ മനുഷ്യനേക്കാൾ സന്തോഷമാണ്. അല്ലാഹുവേ, ഞാൻ കള്ളു കുടിച്ചുപോയി, ഞാൻ പെണ്ണ് പിടിച്ചുപോയി, ഞാൻ പലിശ വാങ്ങിപ്പോയി, ഞാൻ തെറ്റുകൾ ചെയ്തു പോയി, അല്ലാഹുവേ നീ എനിക്ക് മാപ്പാക്കണമെന്ന് റബ്ബിന്റെ മുമ്പിൽ കൈനീട്ടുന്ന ഒരു മനുഷ്യനോടുള്ള അള്ളാന്റെ സ്നേഹം
ഈ മനുഷ്യന്റെ സ്നേഹത്തെക്കാൾ, ഈ മനുഷ്യന്റെ സന്തോഷത്തെക്കാൾ വലിയ സന്തോഷമാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നിസ്സാര കാര്യമാണോ ഈ തൗബ എന്ന് പറയുന്നത്?